ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഏപ്രിൽ 13 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമെന്നറിയപ്പെടുന്ന പോയിന്റ് നിമോയിലെത്തിയ ആദ്യ വ്യക്തിയെന്ന നേട്ടം സ്വന്തമാക്കി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ. മാർച്ച് 12 ഹൻസ് എക്സ്പ്ലോറർ എന്ന കപ്പലിലാണ് യാത്ര ആരംഭിച്ചത്. മാർച്ച് 22 പ്രദേശത്ത് എത്തിച്ചേർന്നു. ദക്ഷിണ പസഫിക് സമുദ്രത്തിലാണ് പോയിന്റ് നിമോ സ്ഥിതി ചെയ്യുന്നത്. UK-യുടെ കീഴിലുള്ള പിറ്റ്കെയ്ൻ ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമായ ഡൂസി ദ്വീപാണ് പോയിന്റ് നിമോയുമായി ഏറ്റവും അടുത്തുള്ള സ്ഥലം. 2022 ഉൽപ്പാദിച്ചതിന്റെ 19% ആഹാരം ലോകം പാഴാക്കിയതായി കണക്കുകൾ. UN പരിസ്ഥിതി പുറത്തിറക്കിയ ആഹാരം പാഴാക്കൽ സൂചിക റിപ്പോർട്ടിലാണ് കണക്കുകൾ. ലോക ജനസംഖ്യയിൽ 78.3 കോടി പേർ നിരന്തരം പട്ടിണി അനുഭവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആഹാരം പാഴാക്കുന്നത്. 105 കോടി ടൺ ഭക്ഷണമാണ് 2022 പാഴാക്കിയത്. UN പരിസ്ഥിതി പദ്ധതിയും ജീവകാരുണ്യ സംഘടനയായ റിസോഴ്സ് ആക്ഷൻ പ്രോഗ്രാമുമാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 60% ആഹാരവും വെറുതെ കളയുന്നത് വീടുകളിലാണ്. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗാൽപോ സ്വന്തമാക്കുന്ന ആദ്യ വിദേശീയനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഭൂട്ടാൻ രാജാവ് ജിഗ്മേ കേസർ ആണ് ബഹുമതി സമ്മാനിച്ചത്. 2024 പുതുവർഷ ദിനത്തിൽ എക്സ്പോസാറ്റ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഉപയോഗിച്ച PSLV റോക്കറ്റിന്റെ മുഴുവൻ അവശിഷ്ടങ്ങളും തിരിച്ചെത്തിച്ച് ISRO. ഉപഗ്രഹത്തിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച ശേഷം റോക്കറ്റിലെ 4ാം ഘട്ടത്തെ POEM-3 എന്ന ബഹിരാകാശ പ്ലാറ്റ്ഫോമാക്കി മാറ്റിയിരുന്നു. തുടർന്ന് 650 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് 350 കിലോമീറ്ററിലേക്ക് താഴ്ത്തി. മാർച്ച് 21 പേടകം പസഫിക് സമുദ്രത്തിൽ പതിച്ചത്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ POEM-3 ആയി രൂപപ്പെടുത്തിയത്. ബഹിരാകാശ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിൽ നിർണായക ചുവടുവെപ്പാണിത്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം വിക്രം ലാൻഡർ മൃദു ലാൻഡിംഗ് നടത്തിയ പ്രദേശം ഇനി മുതൽ സ്റ്റാറ്റ്യൂ ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടും. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഔദ്യോഗികമായി പേര് അംഗീകരിച്ചത്. പ്രകൃതിയുടെ പുരുഷഭാവത്തെ ശിവനെന്നും സ്ത്രീഭാവത്തെ ശക്തിയെന്നും പ്രതീകപ്പെടുത്തുന്നതിനാലാണ് ശിവശക്തി പോയിന്റ് എന്ന പേര് നൽകിയത്. ഗസറ്റിയർ ഓഫ് പ്ലാനറ്ററി നോമൻക്ലേച്ചർ അനുസരിച്ചാണ് പേരുകൾ രേഖപ്പെടുത്തുന്നത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ പര്യവേക്ഷണവുമായി നാസ. യൂറോപ്പ ക്ലീപ്പർ എന്ന പേരിട്ടിരിക്കുന്ന ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യാഴത്തിന്റെ ചന്ദ്രൻ എന്നറിയപ്പെടുന്ന മഞ്ഞുമൂടിയ ഉപഗ്രഹമായ യൂറോപ്പയുടെ ഉപരിതലത്തിന് താഴെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന ഘടകങ്ങളെ കണ്ടെത്തലാണ്. പേടകം ഈ വർഷം ഒക്ടോബറിൽ വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ കവി അഡാ ലിമോൺ രചിച്ച ഇൻ പ്രൈസ് ഓഫ് മിസ്റ്ററി എ പോം യൂറോപ്പ എന്ന കവിത കൊത്തിയ ലോഹത്തകിടും ഒരു സിലിക്കൺ മൈക്രോ ചിപ്പിൽ 26 ലക്ഷം ആളുകളുടെ പേരും പേടകത്തിൽ ഉൾപ്പെടുത്തും. ലോക സന്തോഷ സൂചികയിൽ തുടർച്ചയായ 7ാം തവണയും ഫിൻലൻഡ് 1ാമതായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം ആദ്യ 5 സ്ഥാനങ്ങളിൽ. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെയാണ് ലോക സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്. 143 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 126ാം സ്ഥാനത്താണ്.
ജീവിത സാഹചര്യം, സ്വാതന്ത്ര്യം, അഴിമതിരഹിത ഭരണം തുടങ്ങി നിരവധി മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സ്വവർഗ വിവാഹ നിയമവിധേയമാക്കുന്ന ആദ്യ തെക്കുകിഴക്കൻ രാജ്യമായി തായ്ലൻഡ്. മാർച്ച് 27-ന് പാർലമെന്റിന്റെ അധോസഭയിൽ 10-നെതിരെ 399 വോട്ടുകൾക്കാണ് ബില്ല് പാസായത്. നേപ്പാളും തൈവാനും മാത്രമാണ് നിലവിൽ സ്വവർഗ വിവാഹം അംഗീകരിച്ചിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങൾ. ആദ്യത്തെ കരോക്കെ ഉപകരണത്തിന്റെ നിർമ്മാതാവും സംരംഭകനും എഞ്ചിനീയറും നോവലിസ്റ്റും കഥാകൃത്തുമായ TN പ്രകാശ് അന്തരിച്ചു. ദശാവതാരം, വളപട്ടണപ്പാലം, ചന്ദന, ദൃശ്യങ്ങൾ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. 2005-ൽ താപം എന്ന ചെറുകഥാ സമാഹാരത്തിന് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ റിച്ചാർഡ് സേറ അന്തരിച്ചു. ഉരുക്കും ലോഹപദാർത്ഥങ്ങളും കൊണ്ടുള്ള നിർമ്മിതികളാണ് അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയത്. 1964-ൽ യേൽ സർവകലാശാലയിൽ നിന്ന് ചിത്രകല പഠിച്ചു. ഇരുമ്പിന്റെ കവി എന്നാണ് വിളിപ്പേര്. സായുധ സംഘങ്ങളുടെ ആക്രമണം രൂക്ഷമായ കരീബിയൻ രാജ്യം ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന ഓപ്പറേഷൻ ഇന്ദ്രാവതി ദൗത്യം തുടങ്ങി. തുടക്കത്തിൽ 12 പേരെയാണ് സുരക്ഷിതരായി ഇന്ത്യയിലെത്തിച്ചത്. പ്രതിസന്ധി രൂക്ഷമായിരിക്കെ പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി മാർച്ച് 12-ന് രാജിവെച്ചിരുന്നു. ആക്രമണങ്ങളും കൂട്ടക്കൊലകളും വ്യാപകമായതോടെ നിരവധി പേരാണ് രാജ്യത്തുനിന്ന് പലായനം ചെയ്യുന്നത്. ചാറ്റ് GPT-ക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI പ്ലാറ്റ്ഫോം. ഉത്തരം ഗ്രോക്ക്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ ജേതാവ്. ഉത്തരം കാർലോസ് സെയിൻസ്റ്റ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX296-ന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം പ്രൊഫസർ ജയന്ത് മൂർത്തി. 2024-ലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ മെൻസ് ഡബിൾസ് കിരീടം നേടിയത്? ഉത്തരം സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം. എല്ലാ ഗവൺമെന്റ് രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. 2024 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ? ഉത്തരം കൊമോറോസ്, ടിമോർ ലെസ്റ്റ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത്? ഉത്തരം അജന്ത ശരത് കമാൽ. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ? ഉത്തരം റഷ്യ, ബെലാറസ്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സർഫേസ് വിഭാഗങ്ങളുടെ തലവനായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ? ഉത്തരം പവൻ ദാവൂലൂരി. സൗദി അറേബ്യയിൽ നിന്ന് ആദ്യമായി വിശ്വസുന്ദരി കിരീടത്തിന് മത്സരിക്കാൻ ഒരുങ്ങുന്ന വനിത? ഉത്തരം റൂമി അൽ ഖഹ്താനി. ഇതോടെ 2024 ഏപ്രിൽ 13 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.